അപ്പോൾ ഉണ്ണികൃഷ്ണൻ ചാടയമംഗലത്ത് നിന്നാണ് വിളിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ, ശ്രീ ഉണ്ണികൃഷ്ണൻ കേൾക്കാമോ? കേൾക്കാം. ശ്രീ ഉണ്ണികൃഷ്ണൻ വെള്ളാപ്പള്ളി നടേശനെ ഇഷ്ടപ്പെടുന്ന ആളാണോ? അല്ല, വെള്ളാപ്പള്ളി നടേശനെ ഇഷ്ടപ്പെടുക എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം. അത് വെള്ളാപ്പള്ളി നടേശനെ ഒരു സമുദായത്തിന്റെ ഒരു 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 സമുന്നത നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ ഇഷ്ടപ്പെടുന്നു. മറിച്ച് ആ സമുദായത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞും കൊണ്ട്, അല്ലെങ്കിൽ ആ സമുദായത്തിലുള്ളവരെ കയ്യിലെടുത്തുകൊണ്ട് ആ സമുദായത്തിന്റെ വോട്ടുകളെല്ലാം കൂടെ ഒരു പെട്ടിയിലേക്ക് ഒഴുക്കുന്നതിനുള്ള ഒരു ബുദ്ധിപൂർവമായ ഒരു കുറുക്കന്റെ ബുദ്ധിയിലൂടെ നീങ്ങുന്ന വെള്ളാപ്പള്ളി എനിക്ക് ഇഷ്ടമല്ല. അതുപോലെ തന്നെ ബിനോയ് വിശ്വത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. 10 വർഷം കൊണ്ട് അദ്ദേഹത്തിന് കാറുകളൊക്കെ ഒരുപാട് കിട്ടിക്കാണും. പക്ഷെ ഈ മുന്നണി സമുദായത്തിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കാർ ഉണ്ടാവും എന്നുള്ളതാണ് എന്റെ സംശയം. അത് ശരി. അപ്പൊ CPM-ന്റെ ചെലവിൽ എങ്ങനെ പോകുന്ന ആളാണ് CPI എന്നാണ് പറയുന്നത് അല്ലേ? അതൊരു പരിധിവരെ വെള്ളാപ്പള്ളി പറഞ്ഞ ശകലം കാര്യങ്ങൾ ഉണ്ടതി. അത് നമുക്കൊരു പദവിയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ വലിയ സിംഹമാനൊക്കെ തോന്നും. നമ്മൾ തെങ്ങിന്റെ മണ്ടേ കയറി നിന്നിട്ട് ഞാൻ ഏറ്റവും വലിയ ആളെന്ന് പറയും. പക്ഷെ താഴെ കൂടെ പോകുന്നവർ പറയും കുരങ്ങിയിരിക്കുന്നു പറയും. അപ്പോൾ ശ്രീ ഉണ്ണികൃഷ്ണൻ അപ്പം ഞാൻ ചോദിക്കുന്നത്, പക്ഷേ അപ്പോൾ ഈ യോഗങ്ങളിൽ, നേതൃയോഗങ്ങളിൽ ഇവരിങ്ങനെ ഈ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ശരിയല്ലാതാണോ ഉണ്ണികൃഷ്ണൻ പറയുന്നത്? ശ്രീ ഉണ്ണികൃഷ്ണൻ അല്ല, വിമർശിക്കേണ്ട സമയങ്ങളുണ്ട് സാർ. അതിനകത്ത് വെള്ളാപ്പള്ളി പറഞ്ഞ ഒരു കാര്യം നമുക്ക് ചേർന്നത്, അദ്ദേഹത്തിന് ഞാൻ പിന്തുണയ്ക്കുകയല്ല. അത് അകത്ത് പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അത് നമ്മൾ ഈ ഒരു മണിക്കൂർ കൊണ്ട് 1000 നോട്ടീസ് വെളിയിലടിക്കുന്നതല്ല അതിന്റെ ശരി. അപ്പോൾ അത് മുന്നണിക്കകത്ത് വേദികളിൽ കൃത്യമായി പറയേണ്ടതായിരുന്നു. മുന്നണിക്കകത്ത് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് പറയാൻ വേണമെങ്കിൽ വെള്ളാപ്പള്ളി നടേശന് ധൈര്യമായിട്ട് പിണറായി വിജയന്റെ കാറിൽ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ AKG സെന്ററിന് അകത്തും പോയിരുന്ന കാര്യങ്ങൾ സംസാരിച്ചു. എന്താ കുഴപ്പം? അപ്പൊ ഈ ഒരു പിന്നോക്കക്കാരനെ കാർ കയറ്റിയതുകൊണ്ടാണ് പ്രശ്നമെന്ന് വെള്ളാപ്പള്ളി പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ശ്രീ? അല്ല സാർ, ഈ മുന്നോക്കം ഒന്നും ഇല്ല സാർ. അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച സമയത്ത് നമുക്ക് അയിത്തങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം കുറച്ച് മുമ്പോട്ട് മാറ്റം കിട്ടിയത്. എല്ലാം ശരിയാ. പക്ഷെ ഇന്ന് ബ്രാഹ്മണനും നായരും വേടനും കുറവനും എല്ലാം ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുകയും ഓരോ പാത്രത്തിൽ നിന്നും കൈയിട്ട് ചമ്മന്തിയും തൈരും ഒക്കെ മേടിച്ച് അങ്ങോട്ടേക്കും ഇതൊക്കെ തിന്നുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് ഇവിടെ പുതിയ ന്യൂ ഇയർ ആണ് സാറേ ന്യൂ ഇയർ ആണ് നാളെ. അതുകൊണ്ട് പുതിയ തലമുറയ്ക്ക് ജാതിയും മതവും ഒന്നുമില്ല. ഈ വയസ്സന്മാർ അവിടെ കിടന്ന് അടിക്കേണ്ടതാണ് എന്റെ അഭിപ്രായം. ശരി. അപ്പോൾ ശ്രീ ഉണ്ണികൃഷ്ണൻ ചടയമംഗലത്തിനും കുടുംബാംഗങ്ങൾക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ അവരടിക്കട്ടെ. നമുക്ക് ജാതിയും മതവും ഇല്ലാത്ത പുതിയ ലോകത്തേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കാം. അപ്പോൾ സദാനന്ദൻ പിന്നെ MK എന്നോട് പറയുന്നത്, ഭരണത്തിൻ്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചിട്ട് പലപ്പോഴും CPI ചതിയൻ ചന്തുവിനെ റോളാണ് കാണിക്കുന്നത് എന്ന് പറയുന്നു. ക്രിസ് എനിക്ക് ഹാപ്പി ന്യൂ ഇയർ തന്നെ. ക്രിസ്സിനെ എനിക്ക് വലിയ ഇഷ്ടമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ. കാരണം ക്രിഷ് എപ്പോഴും എന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിസ്സിനെ വലിയ ഇഷ്ടമാണ്. നമ്മുടെ ജാഫർ പറയുന്നുണ്ട്, തങ്ങൾക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്ക് വേണ്ട, അതാണ് SNDP NSS പോലുള്ളവരുടെ നിലപാട് എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പള്ളുരുത്തിയിൽ നിന്ന് ശ്രീ പീതാംബരൻ എന്നോടൊപ്പം ചേരുന്നു. ശ്രീ പീതാംബരൻ, അവിടെ വലിയ ആഘോഷം നടക്കുകയല്ലേ പള്ളുരുത്തിയിലൊക്കെ? അതെ. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കാൻ ശ്രീ പീതാംബരൻ അവിടെ പപ്പാഞ്ഞിയൊക്കെ കത്തിക്കാൻ വേണ്ടി പോകുന്നുണ്ടോ? ന്യൂ ഇയർ ആഘോഷം ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. പപ്പാഞ്ഞിയെ കത്തിക്കാൻ പോകുന്നുണ്ടോ രാത്രി? പപ്പാഞ്ഞി ഇപ്പൊ 3 സ്ഥലത്തുണ്ട്. 3 സ്ഥലത്ത്. ഒന്ന് ഫോർട്ട് കൊച്ചി, പള്ളുരുത്തി, കച്ചേരിപ്പടി. അപ്പൊ ഏത് പപ്പാഞ്ഞിയെ പീതാംബരൻ കത്തിക്കാൻ പോകുന്നു? പള്ളുരുത്തിയിലാണോ അതോ മറ്റു സ്ഥലത്തേക്ക് പോകും? കച്ചേരിപ്പടിയാണ്. അതാണ് അങ്ങോട്ടോ പോകണം. ശരി. കാരണം ഫോർട്ട് കൊച്ചിയിലോട്ട് ചെന്നാലേ നമ്മൾ ശ്വാസം മുട്ടിപ്പോവും. അവിടെ ഭയങ്കര തിരക്കായിരിക്കും അല്ലേ? ഓക്കെ. അപ്പൊ ശ്രീ പീതാംബരൻ, ഈ തർക്കമൊക്കെ കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഇത് ഈ ഇടതു മുന്നണിയിൽ എന്തെങ്കിലും വിള്ളലുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതെ, പറഞ്ഞാണെങ്കിൽ ഞാനൊരു കാര്യം അങ്ങനെ തുറന്നു പറയാം. എനിക്ക് ഒരു മിനിറ്റ് തന്നെ. കാരണം ഇതിപ്പോ CPI എന്ന് പറഞ്ഞ സാധനം ഈ ഇവരുടെ മുന്നണിയിൽ നിൽക്കുകയും ചെയ്യും, അവരുടെ ആവശ്യങ്ങളൊക്കെ നേടിക്കുകയും ചെയ്യും. പിന്നെ ഇപ്പൊ വെള്ളാപ്പള്ളി അത്ര നല്ല ആളെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ വെള്ളാപ്പള്ളി അല്ല ആരും ഒരു കാര്യം. പക്ഷേ അങ്ങ് പറയുന്നത് അവർ ആവശ്യം കഴിഞ്ഞ് നേടിക്കഴിഞ്ഞപ്പോൾ കുറ്റം പറഞ്ഞത്. പക്ഷെ അവർക്ക് വിമർശിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം വേണ്ടേ?